പ്രിയമുള്ളവരെ, വചനജ്വാല 1541 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് നവംബർ 19 ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചനവായനയിൽ ഏശയ്യായുടെ പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ഇമ്മാനുവേൽ പ്രവചനം. യൂദ രാജാവായിരുന്ന ഉസിയായുടെ പുത്രനായ യോഥാമിന്റെ പുത്രൻ ആവാസിന്റെ കാലത്ത് സിറിയ രാജാവായ റസീനും ഇസ്രായേൽ രാജാവും റമാലിയായുടെ പുത്രനുമായ പെക്കായും ജെറൂസലേമിനെതിരെ യുദ്ധത്തിൽ വന്നു. എന്നാൽ അവർക്കതിനെ കീഴടക്കാൻ കഴിഞ്ഞില്ല. സിറിയ എഫ്രായിമിനോട് സഖ്യം ചെയ്തിരുന്നു എന്ന് ദാവീദ് ഭവനം അറിഞ്ഞപ്പോൾ കൊടുങ്കാറ്റിൽ വനത്തിലെ വൃക്ഷങ്ങൾ ഇളകുന്നതുപോലെ അവന്റെയും ജനത്തിന്റെയും ഹൃദയം വിറച്ചു. കർത്താവ് ഏശയ്യായോട് അരുളി ചെയ്തു, നീ പുത്രനായ ഷയാഷാബൂമിത്ത് ചെന്ന് അലക്കുകാരന്റെ വയലിലേക്കുള്ള രാജവീതിയുടെ അരികെയുള്ള മേൽക്കളത്തിലെ നീർച്ചാലിന്റെ അറ്റത്ത് വെച്ച് ആഹാസിനെ കണ്ട് ഇപ്രകാരം പറയുക, ശ്രദ്ധിക്കുക, സമാധാനമായിരിക്കുക, ഭയപ്പെടേണ്ട. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ 2 തീക്കൊള്ളി നിമിത്തം റസീന്റെയും സിറിയായുടെയും റമാലിയായുടെയും പുത്രന്റെയും ഉഗ്രകോപം നിമിത്തം നീ ഭയപ്പെടരുത്. നമുക്ക് യൂദാക്കെതിരെ ചെന്ന് അതിനെ ഭയപ്പെടുത്തുകയും കീഴ്പ്പെടുത്തി തബേലിന്റെ പുത്രനെ അതിന്റെ രാജാവായി വാഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സിറിയായും എഫ്രായെയും റമാലിയുടെ പുത്രനും നിനക്കെതിരെ ഗൂഢാലോചന നടത്തി. ആകയാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അത് സംഭവിക്കുകയില്ല, ഒരിക്കലും സംഭവിക്കുകയില്ല. സിറിയായുടെ തലസ്ഥാനം ദമാസ്കസും ദമാസ്കസിന്റെ തലവൻ റസീനും ആണ്. 65 വർഷത്തിനുള്ളിൽ എഫ്രായിം ഛിന്ന ഭിന്നമാക്കപ്പെടും. മേലിൽ അതൊരു ജനതയായിരിക്കുകയുമില്ല. എഫ്രായിമിന്റെ തലസ്ഥാനം സമരിയായും അധിപൻ റമാലിയായുടെ പുത്രനും ആണ്. വിശ്വസിക്കുന്നില്ലെങ്കിൽ നിനക്ക് സുസ്ഥിതി ലഭിക്കുകയില്ല. കർത്താവ് വീണ്ടും ആഹാസിനോട് അരുളി ചെയ്തു, നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് ഒരു അടയാളം ആവശ്യപ്പെടുക. അത് പാതാളം പോലെ അഗാധമോ ആകാശം പോലെ ഉന്നതമോ ആയിരിക്കട്ടെ. ആഹാസ് പ്രതിവചിച്ചു, ഞാൻ അത് ആവശ്യപ്പെടുകയോ കർത്താവിനെ പരീക്ഷിക്കുകയോ ഇല്ല. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ റാഫേൽ കലിനോസ്കിയെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. AD 1835 ജനിച്ച ജോസഫ് എന്നായിരുന്നു സന്യാസ സഭയിൽ ചേരുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന്റെ പേര്. വിൽനയിൽ പോളിഷ് പ്രഭു കുടുംബത്തിലാണ് ജനനം. വിൽനായിലെ സ്കൂളിലെ പ്രൊഫസറും ഡയറക്ടറുമായിരുന്നു പിതാവെങ്കിലും പ്രാഥമിക വിദ്യാഭ്യാസം വീട്ടിലായിരുന്നു. 17-ാം വയസ്സിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയി. പഠനകാലത്തും പാവപ്പെട്ടവരെ സഹായിക്കാനും
സ്വന്തം ചിലവിൽ മറ്റുള്ളവരെ പഠിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്നു. പിന്നീട് പട്ടാളത്തിലെ ക്യാപ്റ്റനായെങ്കിലും ദേശീയ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടതോടെ പട്ടാളത്തിൽ നിന്നും രാജിവെച്ച് പോളണ്ടിലേക്ക് പോയി. പോളണ്ടിൽ രാജ്യരക്ഷാ മന്ത്രിയായി ഷൈൻ പട്ടാളം അറസ്റ്റ് ചെയ്ത് വധശിക്ഷയ്ക്ക് വിധിക്കുകയും വീട്ടുകാരുടെ അപേക്ഷയും ഇദ്ദേഹത്തിന്റെ ജീവിതവും കണക്കിലെടുത്ത് 10 വർഷത്തെ നിർബന്ധ ജോലിക്കായി സൈബീരിയയിലേക്ക് അയച്ചു. അതിശൈത്യത്തിലും പ്രാർത്ഥനയോടെ കഴിഞ്ഞു. 42-ാം വയസ്സിൽ നിഷ്പാതുക കർമ്മന സഭയുടെ നവ സന്യാസ ഭവനത്തിൽ ചേർന്നു. വിശുദ്ധ യൗസേഫിന്റെ റാഫേൽ എന്ന പേര് സ്വീകരിച്ചു. 47-ാം വയസ്സിൽ വൈദിക പട്ടം സ്വീകരിച്ചു. അടുത്ത വർഷം സുപ്പീരിയറായി. പോളണ്ടിലെ കർമ്മലീത്ത മഠങ്ങളിൽ സന്ദർശിച്ച് വിശുദ്ധ അമ്മത്രേസ്യായുടെ ജീവചൈതന്യം പുനർജീവിപ്പിച്ചു. വിശുദ്ധ ഗ്രന്ഥ പാരായണവും സഭാ നിയമങ്ങളുടെ പഠനവും ധ്യാനവുമായിരുന്നു കൂടുതൽ സമയവും. 72-ാം വയസ്സിൽ വാഡോവിച്ചിൽ വെച്ച് ഈ ലോകത്തോട് അദ്ദേഹം യാത്ര പറഞ്ഞു. വിപ്രവാസികളുടെയും കുടിയേറ്റക്കാരുടെയും മധ്യസ്ഥനായ വിശുദ്ധ റാഫേൽ കലിനോവ്സ്കിയുടെയും മധ്യസ്ഥം യാചിച്ച്, അതോടൊപ്പം തന്നെ ഇന്ന് തന്നെ ഹാക്കോബോണിലെ വിശുദ്ധ മെക്ടിൽഡിന്റെ മധ്യസ്ഥവും യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.